ഏത് രീതിയിൽ നീ സഹായം കൊടുത്താലും, ഏത് പാവപ്പെട്ട പെണ്ണിന് നീ സഹായം കൊടുത്താലും, ഏത് വിധവകൾക്ക് നീ അഭയം കൊടുത്താലും, എന്ത് സൽക്കർമ്മം നീ ചെയ്താലും നീ പടച്ചറബിനോട് ചോദിക്കണം, അല്ലാ സ്വീകരിക്കണേ, അല്ലാ ആണ് വേണ്ടത്, നീ സ്വീകരിക്കണേ. കാരണം എന്താ, സ്വീകരിച്ചില്ലേ മാഫായിദ, പ്രയോജനമില്ല. സ്വീകരിച്ചില്ലേ പോയില്ലേ. ഇതാര് പഠിപ്പിച്ചത്? വാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പള്ളി ദ്വാരക്കാരില്ലേ, നമ്മളപ്പോഴത്തേക്ക് ഇമാമേ ചാടി സാറേ ചാറ്റ ഒരു കുഴിമന്തി അടിക്കാണ്ടായിരുന്നു ഇസ്ലാമരി, നമ്മളപ്പോഴേ മുങ്ങ അവിടെ ഇരിക്കും. എന്നിട്ട് നീ ദ്വാരക്ക്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ് ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. നേരത്തെ നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് പലരെയും മരണത്തിന് ശേഷമാണ് ആളുകളെ തിരിച്ചറിയുക. അത്തിപ്പറ്റ് ഉസ്താദ് പറയാറുണ്ടായിരുന്നു, നിങ്ങളൊന്നുമില്ലെങ്കിലും നിസ്കാരത്തിന് ശേഷം എത്ര തിരക്കുണ്ടായാലും നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ചെറിയ ദുആ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹംദും സലാത്തും ഇല്ലാതെ ഒരു ദുആയും സ്വീകരിക്കൂല. അതുകൊണ്ട് ആദ്യം എന്ത് വരണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആരക്കും അങ്ങനെയാണ്. എന്നിട്ട് ഒരു സലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു ഈ ദുനിയാവിൽ നന്മ തരണേ, ആഖിറത്തിലും നന്മ തരണേ, ഞങ്ങൾക്ക് നരകീയ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക. ഒരു സലാത്തും ചൊല്ലി പോവാ. ഏറ്റവും ചുരുങ്ങിയത് എത്ര ധൃതിയാണെങ്കിലും. എന്ത് ധൃതിയാ? നീ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് നീ എവിടെയാ ഓടുന്നത്? പൊന്നാട് മുസ്ലിം ജമാഅത്തിൽ നിന്നോ മണ്ണഞ്ചേരി കിഴക്കോ പടിഞ്ഞാറോ ഏത് പള്ളിയിൽ നിന്ന് പാപ്പാളിയിലോ എവിടെ നീ നിസ്കരിച്ചാലും നിസ്കാരം കഴിഞ്ഞിട്ട് നീ ചാടി ഇറങ്ങി ഓടുമ്പോ നീ മനസ്സിലാക്കണം, ഇതേ പള്ളിയുടെ കത്തലത്തിൽ ജുമുഅ പള്ളിയിൽ കൊണ്ടുവന്ന് എന്റെ ജനാസ കൊണ്ടുവന്ന് അടക്കി കൊണ്ടുവന്ന് വെക്കേണ്ട ഒരവസ്ഥ, അവസാന പള്ളിയിലെ ഉസ്താദ് പറഞ്ഞിട്ട് പറയാൻ എടുത്തോണ്ട് കൊയ്ക്കോ എന്ന് പറയുന്ന ഒരവസ്ഥ വരെ എനിക്ക് ഉണ്ടാകും അടുത്ത സെക്കൻഡിൽ എന്ന ഒരു ബോധമുണ്ട് എങ്കിൽ നീ എവിടേക്ക് ചാടി ഓടും? കാരണം കഴിഞ്ഞ് ഓട്ടാൻ എങ്ങോട്ടാ ഓടുന്നത്? എവിടെയാ നീ ഓടുന്നത്? ഇവിടേക്ക് തന്നെയാ നിന്റെ ഓട്ടം. അത് നീ മനസ്സിലാക്കണം. എവിടേക്കാ നീ ഓടുന്നത്? ഇതേ സ്ഥലത്തേക്ക് നീ വരാനുള്ളതാണ്. അന്ന് നിനക്ക് ഒന്ന് ഓടാനോ ഒന്ന് അനങ്ങാനോ ഉള്ള ശേഷി നിനക്കില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ ആ ഒരു ബോധം നിനക്കുണ്ടാവട്ടെ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അവിടെ ഇരുന്ന സുബ്ഹാനല്ലാഹ് ചെല്ലുന്നത് കൊണ്ടെന്നാ പ്രശ്നം? അൽഹംദുലില്ലാഹ് ചെല്ലുന്നത് കൊണ്ട് എന്താ നിനക്ക് വിഷയം? അല്ലാഹു അക്ബർ പറയലുകൊണ്ട് നിനക്ക് എന്താ വിഷയം? നീ പടച്ചറബിനെ പുകഴ്ത്താൻ മറന്നുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഓടുകയാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ നിനക്കെന്താ വിഷമം? എന്താ വിഷമം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, മാസലു ത്വരീഖ് ഇലല്ലാഹ്. നബിയേ നബിയേ, അങ്ങയുടെ മരുമകനല്ലയോ ഞാൻ? അങ്ങന്റെ അമ്മായിയപ്പനല്ലയോ തങ്ങള്? എന്റെ അമ്മായിയപ്പനല്ലയോ തങ്ങള്? അവിടുത്തെ പ്രിയപ്പെട്ട മകളെയല്ലയോ ഫാത്തിമയല്ലയോ ഞാൻ വിവാഹം ചെയ്തിട്ടുള്ളത്? എനിക്ക് തങ്ങളോട് ചോദിക്കാനുള്ളത്, മാസലു ത്വരീഖ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി ഏതാണ്? ഏതെങ്കിലും കുറുക്ക് വഴിയുണ്ടോ, ഷോർട്ടായ വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അലിയാര് തങ്ങളോട് പറയുകയാണ്, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയാ, രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ സ്മരിക്കണേ. പൊക്കത്തിൽ ബാപ്പൂസിലിയാരടക്കമുള്ള ഏതൊക്കെ ഔലിയാക്കളുണ്ടോ മഹത്തുക്കളുണ്ടോ അവരൊക്കെ പടച്ചറബിലേക്ക് അടുത്തത് അല്ലാഹുവിനെ ഓർക്കലിലൂടെയാണ്, അവനെ ദിക്ർ ചൊല്ലലിലൂടെയാണ്, നമസ്കാര ചിട്ടവക്കലിലൂടെ, നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടലിലൂടെ, സകാത്തുകൾ കൊടുത്തു വീട്ടലിലൂടെ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കലിലൂടെ, പാവങ്ങളെ സഹായിക്കലിലൂടെ, നിരാലംബര കവലംബമാകലിലൂടെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കലിലൂടെ, ഏതൊക്കെ നന്മയുടെ മേഖലകളുണ്ടോ നാനാൻമുഖ മേഖല സുസ്ഥിരമാകുന്ന സേവനം അനുഷ്ഠിക്കലിലൂടെ അല്ലാഹുവിനെ രഹസ്യമായും പരസ്യമായും ദിക്ർ ചൊല്ലാതെ നിനക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റൂല അലിയേ. അലിയാര് തങ്ങൾ റസൂലുള്ളാഹിയോട് വീണ്ടും ചോദിക്കുകയാണ്, നബിയേ എനിക്ക് മാത്രമായി ഒരു ദിക്ർ നൽകണേ റസൂലേ, എനിക്ക് മാത്രമായി ഖാസായി ഒരു ഇജാദത്ത് തരണം. നമ്മളൊക്കെ ഉസ്താദുമാരോട് ചോദിക്കാറുണ്ട്, ഉസ്താദേ എനിക്കൊരു ദിക്ർ. ഉസ്താദ് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക്. അലി റളിയല്ലാഹു തആല ചോദിച്ചു, എനിക്കൊരു ദിക്ർ താ. നബി ഏതാ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ അലിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി.
ആരോടാ ഈ പറയുന്നത്? ആരോടാ പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ അലി റളിയല്ലാഹു അൻഹു. ചെറിയ ആളല്ല. എപ്പോഴും അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നിലകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കോടിക്കണക്കിന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കും. ഇവിടെ നമ്മളോട് പറയാം പള്ളിയിൽ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. ഇത് ഇപ്പൊ ഒത്തിരിപ്പി 1000 എണ്ണം ചൊല്ലിയിട്ട് വന്നിരിക്കുക. ഇതാ കളി. ഒരൊറ്റ ദിക്ർ ചെല്ലത്തുമില്ല. ഹൈവാൻ പറയുന്നതൊക്കെ ചൊല്ലിയിട്ടുണ്ട് 30,000 പ്രാവശ്യം. പെണ്ണുങ്ങൾ ചിലർ വിളിക്കും, ഉസ്താദെ ഒരു ദിക്ർ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, എന്നാൽ ലാഹൗല ചൊല്ലിക്കോ. ലാഹൗല ഉസ്താദെ ഞാൻ എല്ലാ ദിവസവും 1313 ഡെയിലി ചെല്ലാറുണ്ട്. ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ ഒരു കുഴപ്പവും സാധാരണ ഉണ്ടാകില്ല. ചെല്ലുന്നുണ്ടെങ്കിൽ ഉണ്ടാകില്ല, ചെല്ലാത്തതുകൊണ്ടായി കുഴപ്പമെന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നീ എത്ര ദിക്ർ ചെല്ലിയാലും അനുവാദം വാങ്ങി ചെല്ലുന്നതും അനുവാദം വാങ്ങാതെ ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സൽക്കർമ്മങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ഉസ്താദുമാരെ സമീപിക്കുമ്പോൾ അവർ പറയും, നീ നിന്റെ കുടുംബത്തിന് എൻ്റെ ഏറ്റവും അനുജന്മാരെ ജ്യേഷ്ഠന്മാരെ വിളിച്ചിട്ട് ഒന്ന് സൽക്കാരം നടത്ത്, ഭക്ഷണം കൊടുക്കുക. അതായിരിക്കും പറയുക. നമ്മൾ ഓർക്കും എന്ത് ഇന്നലെയും കൂടി ഒരു സൽക്കാരം നടത്തിയിട്ടേ ഇപ്പോൾ ഈ വന്നത്. അപ്പോൾ ഉണ്ട് മൂപ്പര് ഇത് പറയുക, ഇയാളത്തൊന്നും പോയിട്ട് കാര്യമില്ല. പക്ഷെ അത് ചെയ്തു നോക്ക്, അപ്പോൾ ഉണ്ടാവും ഒരു ഫലം. കാരണം എന്താ, അനുവാദം വാങ്ങി ചെയ്യുന്നത് ഒന്ന്, അനുവാദം വാങ്ങാതെ നീ എത്ര ഹത്ത് ഓതിയാലും ആ ഒരു ഫൈദ കിട്ടൂല. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അലി റളിയല്ലാഹു തആല അൻഹു തിരിച്ചു ചോദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്ത് ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. എന്തുകൊണ്ട്? സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു കൊടുത്ത ദിക്റും ഇത് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളിൽ എത്ര പേര് ചൊല്ലിയിട്ടുണ്ട്? ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയ മഹാനാണ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ അടുക്കൽ മുരീദന്മാർ ചൊല്ലും, വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ സൂഫിയാക്കളാകുന്ന ആളുകൾ. അവർ ചെന്നിട്ട് അവർ പറയും, ഞങ്ങളെ നിങ്ങളുടെ മുരീദിൽ ഉൾപ്പെടുത്തും. അദ്ദേഹത്തെ എടുക്കൂല. തികച്ചും സാലിഹാണെന്ന് തോന്നി നല്ല നല്ല ദാക്കിരികളാകുന്ന ആളുകളോട് അവരോട് പറയും, 1,00,000 നീ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുവാ. 1,00,000 ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വെറുതെ വീട്ടി പൂർത്തിയാക്കിയിട്ട് അതിനിടയിൽ നമസ്കാരം ഒഴിവാക്കാനല്ല, കൃത്യമായി നമസ്കാരം, ഇബാദത്ത് കണിശമായ രീതിയിൽ ഇബാദത്ത്. അന്യസ്ത്രീകളുമായിട്ടുള്ള സങ്കലനങ്ങളില്ല. ഒരു കള്ള സൂഫിയോ കള്ള ജിന്നുമ്മയോ ഒന്നുമല്ല, അങ്ങനത്തെ ഒരു രീതിയുമല്ല. നല്ല തഖ്വയുള്ള വലിയ, അള്ളാഹുവിനെ യഥാർത്ഥമായി ഭയക്കുന്ന വലിയ. അവനാരാണെന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് ശേഷം പറയും. അൽ വലിയു അൽ ആരിഫു ബില്ലാഹ് ഹസ്ബ മാ യുംകിൻ അൽ മുവാലിബു അല ത്വാആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. ബിബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ, ഇല്ലാ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമി ലോകത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അഥവാ അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ്. പടച്ചറബിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന സമൂഹം കുറവാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നവർ കുറവാണ്. പടച്ചറബിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ്. അതിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഈമാൻ കുറയുന്ന കാലഘട്ടമാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹ് എന്ന് പറയുന്നവര് കാലഘട്ടം കാണാതെ ഈ ലോകം കടന്നു വരുമേ. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്, ഈ ലോകത്തിന്റെ അവസാനമാണ്. അതുകൊണ്ടല്ലേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്നെ നിത്യമാക്കിയിരുന്ന റാത്തീബിൽ നമ്മൾ എപ്പോഴും ചൊല്ലാറുള്ളയോ, അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്യന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ചറബിന്റെ നാമം നീ ഉച്ചരിക്കാതെ നിലകൊള്ളുമ്പോൾ, നീ പഠിച്ചു വെക്കേണ്ട പാഠം, നിന്റെ മനസ്സിൽ നിന്ന് റബ്ബിനെ കുറിച്ചുള്ള ചിന്ത എടുത്തു പോകുമ്പോ, നീ നമസ്കരിക്കാതിരിക്കുമ്പോ, നീ റമദാനിൽ നോമ്പ് പിടിക്കാതിരിക്കുമ്പോ, നീ സിനിമാ തിയേറ്ററിലേക്ക് പോകുമ്പോ, നിന്റെ നാവിലൂടെ കള്ള് നീ ഹൃദയത്തിലൂടെ നിന്റെ വയറ്റിലേക്ക് നീ ചൊരിച്ചു കൊടുക്കുമ്പോ, നീ സിഗരറ്റ് നിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നീ വീടി വലിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ, നീ അന്യപ്പെണ്ണമായി ചുംബനത്തിൽ ഏർപ്പെടുമ്പോ, അന്യപ്പെണ്ണമായ കണ്ണിലൂടെ കണ്ടുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ IMIയിലൂടെ ചാറ്റിംഗ് നടത്തുമ്പോ, വാട്സാപ്പിലൂടെ അന്യപ്പെണ്ണുമായിട്ട് കൈകൊണ്ട് നീ ചാറ്റിംഗിൽ ഏർപ്പെടുമ്പോ, നീ പഠിച്ചു വെക്കേണ്ട പാഠം, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വെക്കാത്ത ഒരു ലോകത്തിലേക്ക് നിന്റെ മനസ്സിതാ പോകുകയാണ്. ഹബീബായ
നബി തങ്ങൾ പറഞ്ഞത് ശരിയല്ലയോ? ലാ തഖൂമുസ്സാഅ ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പൊക്കത്തിൽ ബാപ്പു മുസ്ലിയാരെ പറയാൻ നമുക്കെന്ത് അർഹതയാണ് സഹോദര? അവരെ ഓർക്കാൻ നമുക്കെന്ത് അർഹതയാണ്? അവരുടെ ചാരത്തൊന്ന് നിലകൊള്ളാൻ, മഹത്തുക്കളുടെ ചാരത്തൊന്ന് പോയി മഹ്ശറിൽ ഒരുമിക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുമോ? ഇല്ല ഇല്ല. നിന്റെ ജീവിതത്തിൽ അമലില്ലാതെ, നീ നമസ്കാരം ചിട്ടവെക്കാതെ, നീ നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടാതെ, നീ സകാത്തുകൾ കൊടുത്തു വീട്ടാതെ, നീ പാപങ്ങളെ സഹായിക്കാതെ, നീ നിരാലംബർക്ക് അവലംബമാകാതെ, നീ നിരാശ്രയർക്ക് ആശ്രയത്വം സഹിക്കാതെ, പൊന്നാടിലുള്ള പാവപ്പെട്ടതായ വിധവകളാകുന്ന സഹോദരിമാർക്ക് അത്താണിയായി വർത്തിക്കാതെ, ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയുടെ പിന്നിൽ നീ നിലകൊള്ളാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിനക്കൊരിക്കലും അവരോടൊപ്പെത്താൻ സാധിക്കുകയില്ല. നീ നിന്റെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നവനാകണം, നീ നിന്റെ ഹൃദയം കൊണ്ട് പടച്ച റബ്ബിനെ സ്മരിക്കുന്നവനാകണം. അല്ലാതെ രക്ഷയില്ല, രക്ഷയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകർക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബ പണിതിട്ട് ദുആ ഇരക്കുകയാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ് വയുഅല്ലിമുഹുൽ കിതാബ്. പരിശുദ്ധമായ കഅബയെടുത്ത് അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധമായ കഅബ സ്വീകരിക്കണേ എന്ന് ദുആ ഇരുന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ഈ മക്കയിൽ നിന്ന്, ഈ പരിശുദ്ധമായ ഖുറൈശി ഗോത്രത്തിൽ നിന്ന്, അവരിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ അവരിലേക്ക് പ്രവാചകനായി നീ നിയോഗിക്കണേ അല്ലാ, നീ നിയോഗിക്കണേ അല്ലാ. എന്തിനു വേണ്ടിയാണ്? ലിയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. ആ പ്രവാചകൻ അവരിലേക്ക് കടന്നു ചെന്ന്, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പ്രവാചകൻ ആ സമൂഹത്തിലേക്ക്, അറബ് ഗോത്രത്തിലേക്ക് കടന്നു ചെന്ന് അവരെ തസ്കിയത്ത് നടത്തുമല്ലാ, അവരെ സംസ്കാരം പഠിപ്പിക്കുമല്ലാ, അവരെ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് അദ്ദേഹം കൊണ്ടുവരും. ലിയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. അവർക്ക് ഖുർആൻ ആര് പഠിപ്പിച്ചു കൊടുക്കും? അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കും. അതിനുവേണ്ടി ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് പറയുകയാണ്, قال رسول الله صلى الله عليه وسلم أنا ببشارتي وبدعوتي إبراهيم. ഞാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആനിലല്ലയോ? അല്ലാഹുവേ പടച്ച റബ്ബേ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയിലൂടെയാണ് ഞാൻ ഈ കടന്നു വന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. അപ്പൊ ആരുടെ ദുആണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി സ്വലാം ദുആ എന്താ? ഒരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ അയക്കണം, ഖുറൈശി ഗോത്രത്തിൽ നിന്ന് തന്നെ, അറബ് വംശത്തിൽ നിന്ന് തന്നെ. എന്നിട്ട് എന്തിന്? അവരിലേക്ക് തന്നെ ദീനീ പ്രബോധനവുമായി അദ്ദേഹം കടന്നു വരണം. അവർക്ക് വിശുദ്ധ ഖുർആൻ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം അവരെ സംസ്കാരം പഠിപ്പിക്കണം. അദ്ദേഹമാണ് സംസ്കാരിക്കുക, സംസ്കാരമുണ്ടാക്കുക. അല്ലാതെ അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥമല്ല. ആരാണ് സംസ്കാരം പഠിപ്പിക്കുക? അദ്ദേഹം പഠിപ്പിക്കും. അഥവാ മുത്തുനബി വേണം സംസ്കാരം പഠിപ്പിക്കാൻ. അങ്ങനെ മുത്തുനബി സംസ്കാരം പഠിപ്പിച്ചു.
നബി മുഖേന ഹിദായത്ത് കിട്ടിയില്ല. ഇവിടെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയേ, തങ്ങളെ മുഖേന തീർച്ചയായും ജനങ്ങളെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. തങ്ങളെ മുഖേന ജനങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും. തങ്ങൾക്കതിന് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. തങ്ങൾക്കേ അതിന് സാധിക്കൂ. അതുകൊണ്ടാണ് തങ്ങളുടെ കയ്യിൽ നാം ഈ ഖുർആനിനെ നൽകിയത്. ശ്രദ്ധിക്കണേ, ആർക്ക് കൊടുത്തു ഖുർആൻ? മുത്തുനബിയുടെ കയ്യിലേക്ക്. ജനങ്ങൾക്ക് കൊടുത്തില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ അതുകൊണ്ട് പിഴച്ചു പോകും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞത് അതാണ്, യുദല്ലു ബിഹി കസീറ. അധികം ആളുകൾ അതുകൊണ്ട് അവർ പിഴച്ചു പോകും. അവർ സ്വന്തമായി അർത്ഥം വെച്ചാൽ, അവർ സ്വന്തമായി വ്യാഖ്യാനിച്ചാൽ, സ്വന്തമായി പരിഭാഷപ്പെടുത്തിയാൽ. പുസ്തകം വായിച്ചിട്ടുള്ള അറിവല്ല ദീൻ. മനസ്സിലാക്കണം. കേവലം കുറച്ച് പുസ്തകം വായിച്ചിട്ട് കവലപ്രസംഗം നടത്തുക, അതല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഇങ്ങനെ കറങ്ങി വരണം. ആരിൽ നിന്ന്? മുത്തുനബിയിൽ നിന്ന്. മുത്തുനബിക്ക് അവിടുത്തെ സ്വഹാബത്തിലേക്ക് കിട്ടിയത്, സ്വഹാബത്ത് അവിടുത്തെ ശിഷ്യന്മാരാകുന്ന താബിഈങ്ങൾക്ക് കൊടുത്തത്, താബിഈങ്ങൾ അവരുടെ ശിഷ്യന്മാരാകുന്ന തബഉ താബിഈങ്ങൾക്ക് പകർന്നു കൊടുത്തത്, ശേഷം വന്ന ഇമാമുന ഷാഫി പോലെയുള്ള ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള, മാലിക് ഇമാമിനെ പോലെയുള്ള ഇമ്മത്തുകൾക്ക് പറഞ്ഞു കൊടുത്തത്, അവർ നമുക്ക് പഠിപ്പിച്ചതാകുന്ന മദ്ഹബിന്റെ ആശയം. ഇമാം നവവി തങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി അടക്കമുള്ള സമുന്നതരാകുന്ന പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ മദ്രസയിൽ ദീനി ദറസുകളിലൂടെ നമുക്ക് പകർന്നു നൽകുന്നതായ ജ്ഞാനം. അതിനൊരു അടിസ്ഥാനമുണ്ട്. മനസ്സിലായിക്കോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് നേരെ എവിടെ മുട്ടണം? എവിടെ ചെല്ലണം? നേരെ മണഞ്ചേരി ടൗണിലോ എവിടെ ചെല്ലണം? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തണം. അതാണ് പരമ്പര, സിൽസില. അതാണ്. അങ്ങനെ എത്തുന്നില്ലയോ, അവൻ മുസ്ലിയാരല്ല. അവൻ പറയുന്ന ഇൽമ നമ്മൾ പിടിക്കുകയും വേണ്ട. ഇൽമ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ശറഹുൽ മുഹദ്ദബയിൽ, അഥവാ ബഹുമാനപ്പെട്ടവർ മജ്മൂ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയിൽ കൊണ്ടുവന്ന ഒരു വാക്യമുണ്ട്, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബ്. കിതാബിന്റെ ഉള്ളറകളിൽ നിന്ന് നിങ്ങൾ സ്വയം നേടിയെടുക്കുന്നതല്ല അറിവ്. പിന്നെ എവിടുന്ന് നിങ്ങൾ ഇൽമിനെ പഠിക്കണം? ഉസ്താദുമാരുടെ വായകളിൽ നിന്ന്. അവരെങ്ങനെ അർത്ഥം വെച്ചു തരും? ഖുർആൻ അർത്ഥം വെച്ചു തരും. അത് നിങ്ങൾ പഠിച്ചെടുക്കണം. അതിന് നമ്മൾ എവിടെ പോകണം? സാലിഹായ ഉസ്താദിന്റെ അടുക്കൽ പോകണം. ഇൽമ തേടാൻ സാലിഹീങ്ങളെ തേടിയെത്തണം. നമ്മുടെ മദ്രസയിൽ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അക്ഷരമാലകൾ, അതിന് വ്യത്യാസമില്ല. കൃത്യമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ദറസിൽ മുദരിസമാർ, നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, മുദരിസമാർ എന്ത് മസലകൾ ചോദിച്ചാലും നമുക്ക് പകർന്നു നൽകുന്ന ഇൽമുള്ള നല്ല സമുന്നതരായ ആലിമീങ്ങൾ നമുക്ക് ഇന്നുമുണ്ടല്ലോ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉറക്കെ പറയും, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഖതീബുമാരുണ്ട്, നല്ല രീതിയിൽ ഇൽമുള്ള ഖതീബുമാർ. അവർ നമുക്ക് പകർന്നു നൽകുന്ന ഖുർആനികമാകുന്ന ഇൽമ് അവരുടെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ്. അവരുടെ ഉസ്താദുമാർക്ക് എവിടുന്ന് കിട്ടി? അവരവരുടെ ഉസ്താദുമാരിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് അയിമ്മത്തുകളിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇമാമുന ഷാഫി റളിയല്ലാഹുവിനെ പോലെയുള്ള മഹത്തുക്കളാകുന്ന ആലിമീങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടി. ആ ഗ്രന്ഥം ക്രോഡീകരിക്കത്തക്ക ഇൽമ അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് ബഹുമാനപ്പെട്ടതാകുന്ന താബിഈങ്ങളിൽ നിന്ന് കിട്ടി. സ്വഹാബത്തിന്റെ ശിഷ്യന്മാരിൽ നിന്ന് കിട്ടി. ആ ശിഷ്യന്മാർക്ക് എവിടെ നിന്ന് കിട്ടി? സ്വഹാബത്തിൽ നിന്ന് കിട്ടി. സ്വഹാബത്തിന് എവിടെ നിന്ന് കിട്ടി? മുത്തുനബിയിൽ നിന്ന് കിട്ടി. മുത്തുനബിക്ക് എവിടെ നിന്ന് കിട്ടി? അള്ളാഹു കൊടുത്ത ഇൽമിൽ നിന്ന്. ഇങ്ങനെ വരണം. അതാണ് പരമ്പര, സിൽസില. അതാണ്, ചെറിയ കാര്യമല്ല. ഈ ഹിദായത്ത് കിട്ടാനാണ് നമ്മളൊക്കെ ചോദിക്കുന്നത്. ഇതാണ്, ഇതിനു വേണ്ടിയാണ് നമ്മളൊക്കെ യാചിക്കുന്നത്, അല്ലേ?